Hi friends, അപ്പോൾ നമുക്ക് ഇന്നൊരു കേക്ക് ഉണ്ടാക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഹാഫ് സ്പൂൺ ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, 1 പിഞ്ച് ഉപ്പ് ഇത്ര എടുക്കുക കേട്ടോ. നല്ലോണം നമുക്ക് അരിച്ച് സെറ്റാക്കി വെക്കാം. പിന്നെ ഇതൊന്ന് അരിച്ച് സെറ്റായതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. നല്ല ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്കിവിടെ കിട്ടിയ ബ്രാൻഡാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ പാക്കറ്റ് എടുത്തതിന് ഞാൻ 50 grams ആണ് ഒരു ബോക്സിലുണ്ടാവുക, ചെറിയൊരു പാക്കറ്റിൽ. അപ്പോൾ അത് മൊത്തമായിട്ട് അത് ഒന്ന് അരിച്ച് സെറ്റാക്കി കൊടുക്കുക. ഇതുപോലെ തരികളെല്ലാം ഉണ്ടാവും, അത് അടിച്ച് ഇതാക്കി എടുത്താൽ ഇതുപോലെ നല്ല വൃത്തിക്ക് കിട്ടും. പിന്നെ 2 എഗ്ഗ് എടുത്തതിന് അത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ 1/4 കപ്പ് ഷുഗർ എടുത്ത് അത് നല്ലോണം പൗഡർ ഷുഗർ ആക്കി എടുക്കുക, ബ്ലെൻഡ് ചെയ്തിട്ട്. അതിനുശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും എടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് എഗ്ഗ് നല്ലോണം ബീറ്റ് ചെയ്ത് നല്ല ഫോം, ഒരു പത പോലെ നല്ല ഫോം ആക്കി എടുക്കുക. എപ്പോഴും നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ നല്ലോണം ബീറ്റ് ചെയ്യണം. എഗ് ബീറ്റിങ്ങിലാണ് കേക്ക് സോഫ്റ്റായി വരിക കേട്ടോ. അപ്പം നല്ല എഗ്ഗ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 1/4 കപ്പ് ഷുഗർ ബ്ലെൻഡ് ചെയ്ത പൗഡർ ഉണ്ടാവുമല്ലോ, ഷുഗർ പൗഡർ, അത് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ എന്നാണ് ക്യാപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഞാനെടുത്ത 2 ക്യാപ്പ്, കുഞ്ഞു ക്യാപ്പ് ആയിരിക്കും എസെൻസിൻ്റെ, അതിനനുസരിച്ച് അത് 1 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ. എസെൻസ് ഒരുപാട് ഒഴിച്ചാൽ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും. പിന്നെ നമ്മൾ അരിച്ച് സെറ്റാക്കി വെച്ച പൗഡർ അത് നല്ലോണം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കേക്കിൻ്റെ ബാറ്റർ സെറ്റായി കിട്ടി. അതിന് ശേഷം ബേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനത് നല്ലോണം പാലിൽ തന്നെയാണ് കേട്ടോ, പാലും കുറച്ച് ഷുഗറും കൂടി നല്ലോണം സോക്ക് ചെയ്ത് വെച്ചിട്ട് അതും കൊണ്ട് വെറ്റ് ചെയ്തെടുത്തു. പിന്നെ വിപ്പിംഗ് ക്രീം ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ ന്യൂ ഇയറിൻ്റെ കേക്ക് സെറ്റായി കേട്ടോ. അപ്പം ഞാൻ ക്രീമെല്ലാം അടിച്ചു, അതിൻ്റെ മേലെ ചെറിയൊരു ഡെക്കറേഷൻ തന്നെ ചെയ്തു. വീട്ടിലേക്കല്ല, അതുകൊണ്ടാണ് ഇതുപോലത്തെ ഡെക്കറേഷൻ ചെയ്തത്. അപ്പോൾ അവൻ്റെ 2 സുന്ദരീസും കൂടി കേക്ക് മുറിക്കുന്ന, ന്യൂ ഇയറിന് കേക്ക് മുറിക്കുന്ന സ്റ്റൈലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാറ്റി ഇറങ്ങി ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. പിന്നെ ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾക്ക് കുറച്ച് ചില്ലറ കാര്യങ്ങളുണ്ടായി. ആധാർ കാർഡെല്ലാം നന്നാക്കാനുണ്ടായി, അത് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. ഒരാൾ ഐസ്ക്രീം തിന്നുന്ന കോലാണിത്, അയാൾക്ക് സ്ട്രോബെറി മതി എന്നാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ മാനന്തവാടി ടൗണിലെത്തി. ടൗണെല്ലാം ഭയങ്കര ക്രൗഡായിട്ടാണ്, ന്യൂ ഇയറിൻ്റെ അന്നല്ലേ, തലേത്തെ ദിവസം ആയതുകൊണ്ട് ഫുൾ ടൗണിലെല്ലാം നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചിങ്ങെത്തിയാൽ എനിക്ക് പാനിപ്പൂരി ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പ്ലേറ്റ് പാനിപ്പൂരി വാങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ പുരയിലേക്ക് പോകുന്ന, ഏകദേശം എൻ്റെ പുര എത്താറായിട്ടോ. അപ്പോൾ പുര ഞാൻ ഇതിന് മുന്നേ വേറെ വീഡിയോയിൽ